നമസ്കാരം. അമേരിക്കയിലെ കൊളംബിയയിൽ നാടിനെ വിറപ്പിച്ച് കൊലപാതകങ്ങളും അധോലോക പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന വനിതാ ഡോൺ പിടിയിലായി. 23-കാരിയാണ് കൊളംബിയയെ വിറപ്പിച്ച ഈ അധോലോക നായിക. കാരൻ ജൂലിയത്ത് ഒജേദ റോഡ്രിഗ്സ് എന്നാണ് ഇവരുടെ മുഴുവൻ പേര്. ലാ മുനേക്ക എന്ന പേരിലാണ് ഇവർ അധോലോകത്ത് അറിയപ്പെടുന്നത്. പാവ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അധോലോകത്തെ ഗ്ലാമർ താരമായ ഇവർ കണ്ണിൽ ചോരയില്ലാതെ ആരെയും കൊന്നുതള്ളുന്ന പ്രകൃതക്കാരി എന്നാണ് അറിയപ്പെടുന്നത്. കൊളംബിയയിലെ ഏറ്റവും അപകടകാരിയായ അധോലോക നായികയായിട്ടാണ് കാരൻ ജൂലിയത്ത് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ഇവരുടെ പകയ്ക്ക് ഇരയായത് മുൻ ആൺ സുഹൃത്താണ്. കാരൻ ജൂലിയത്തിൻ്റെ 2 സഹായികളെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റിലൂടെ മേഖലയിൽ ഇനി സമാധാനം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പോലീസ് അധികൃതരും പറയുന്നു. ഈയിടെ കൊളംബിയയിൽ നടന്ന പല കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടു പോകലുകൾക്കും അക്രമ സംഭവങ്ങൾക്കും എല്ലാം പിന്നിൽ കാരൻ ജൂലിയത്തും അനുയായികളുമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ രീതിയിൽ അധോലോക പ്രവർത്തനം ആരംഭിച്ച ഇവരുടെ സംഘം പിന്നീട് മറ്റെല്ലാ സംഘങ്ങളെയും പരാജയപ്പെടുത്തി മുന്നേറുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് കാരൻ ജൂലിയത്തിൻ്റെ മുൻ ആൺ സുഹൃത്തായ ഡേവി ജീസസ് കൊല്ലപ്പെട്ടത്. ഇരുവരും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ചർച്ച ചെയ്യാനായി ജൂലിയത്ത് തന്നെയാണ് ഇയാളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത്. എന്നാൽ സ്ഥലത്തെത്തിയ ഡേവി ജീസസിനെ ജൂലിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ സംഘാംഗങ്ങൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. തുടർന്നാണ് ജൂലിയത്തിനെ പോലീസ് പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ പരിശോധനയ്ക്കായി പോലീസ് അയച്ചിട്ടുണ്ട്. ഈയിടെ ഇവർ നടത്തിയ പല കൊലപാതകങ്ങൾ ഉപയോഗിച്ചത് ഈ തോക്കുകളായിരുന്നോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും. ജൂലിയത്തിൻ്റെ കൈകൾ പിറകിലാക്കി വിലങ്ങ് വെച്ചാണ് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയത്. എന്നാൽ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ അവർ യാതൊരു കൂസലുമില്ലാതെയാണ് നിന്നത്. കൊളംബിയയിലെ ലഹരി മാഫിയയുടെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായിട്ടാണ് ജൂലിയത്ത് കഴിഞ്ഞിരുന്നത്. തനിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും കൊന്നുതള്ളുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ രീതി. കൊളംബിയയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വൻ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ഒരു സംഘം ആളുകൾ തന്നെയാണ് ഇവിടെ അധോലോകത്ത് പ്രവർത്തിക്കുന്നത്. ജൂലിയത്തിൻ്റെ വരവോടുകൂടി ഇവിടെയുള്ള പല അധോലോക സംഘങ്ങളും നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ശക്തമായ തോതിലായിരുന്നു ഇവരുടെ ആക്രമണ രീതികൾ. മാത്രമല്ല, ഇപ്പോൾ പിടിയിലായവരിൽ ജൂലിയത്തിൻ്റെ സംഘത്തിൽപ്പെട്ട പലരും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.